നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം സജീവ സാന്നിധ്യമായിരുന്ന മുതിർന്ന നേതാവ് KV തോമസ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായി യാതൊരുവിധ പദവികളുമില്ലാതെ ഡൽഹിയിൽ നിന്നും മടങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞ അദ്ദേഹം നീണ്ട കാലമായിട്ട് തൻ്റെ തട്ടകമായി മാറ്റിയിരുന്ന ഡൽഹിയിലെ കേരള ഹൗസിലെ 304 നമ്പർ മുറി പൂർണ്ണമായും ഒഴിഞ്ഞു നൽകിയിരിക്കുകയാണ്. പുതിയ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ നാടകീയതകൾക്കൊടുവിലാണ് ഈ പടിയിറക്കം സംഭവിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഔദ്യോഗികമായിട്ട് രാജിക്കത്ത് നൽകുന്നതിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനായിരിക്കാം കത്ത് നൽകാനായിട്ട് കാത്തു നിൽക്കാതെ അദ്ദേഹം അടിയന്തരമായിട്ട് താമസം മാറിയത്. എന്നാൽ മന്ത്രിസഭ മാറിയതോടെ തൻ്റെ പദവിയുടെ കാലാവധി സ്വാഭാവികമായിട്ടും അവസാനിച്ചെന്നും അതിനാൽ പ്രത്യേകമായിട്ട് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തലസ്ഥാന നഗരിയോട് വിട പറഞ്ഞത്. ഈ മാറ്റത്തോടെ കേരള ഹൗസിലെ പ്രസ്തുത മുറി മറ്റ് അതിഥികൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് കടുത്ത ഭിന്നതയിലാവുകയും തുടർന്ന് പാർട്ടി വിട്ട് CPMവുമായിട്ട് സഹകരിക്കാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു KV തോമസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് രാഷ്ട്രീയ മേൽവിലാസവും നിരവധി പദവികളും നൽകി വളർത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ അദ്ദേഹത്തിന് 2023 ജനുവരിയിലാണ് LDF സർക്കാർ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പദവി നൽകിയത്. ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഈ തന്ത്രപ്രധാനമായിട്ടുള്ള നിയമനത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അന്ന് മുതൽക്കേ ഉയർന്നു വന്ന പ്രധാന ആക്ഷേപവും. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരുമായും BJP നേതൃത്വവുമായും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സമവായങ്ങളും ചില അണിയറ ഡീലുകളുമൊക്കെ തന്നെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു മധ്യസ്ഥനായിട്ട് KV തോമസിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നാണ് അന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് ആരോപിച്ചത്. ഇതിനായി സംസ്ഥാന ഖജനാവിൽ നിന്ന് വലിയ തുകയാണ് ചെലവഴിച്ചിരുന്നതെന്നും ആക്ഷേപമുയർന്നു. ഡൽഹിയിലെ ഈ ഔദ്യോഗിക കാലാവധിയിലുടനീളം വലിയ രീതിയിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും വിവാദങ്ങളുമാണ് KV തോമസിനെ പിന്തുടർന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ട്രഷറി നിയന്ത്രണങ്ങളൊക്കെ തന്നെ കടുപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രത്യേക ഇളവുകളൊക്കെ അനുവദിച്ചുകൊണ്ട് 12,50,000-ഓളം രൂപ അദ്ദേഹത്തിന് ഓണറേറിയമായിട്ട് മുൻ സർക്കാർ അനുവദിച്ചത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയിരുന്നു. ഇതിനു പുറമെ ഇദ്ദേഹത്തിൻ്റെ യാത്രാബത്ത TA ഇനത്തിൽ വലിയ തുക അനുവദിച്ച് ഉയർത്താനായിട്ട് സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയതുമൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറുകയുണ്ടായി. ഒരു മുൻ കോൺഗ്രസ് നേതാവിന് ഇത്രയും വലിയ തുകയും ആനുകൂല്യങ്ങളും വകമാറ്റി നൽകുന്നതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് അന്ന് ഉയർന്നു വന്നത്. ക്യാബിനറ്റ് പദവിയോടെയുള്ള ഈ ഒരു നിയമനം അത് പൂർണ്ണമായിട്ടും ധൂർത്താണെന്നും സംസ്ഥാനത്തിന് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ലെന്നും രാഷ്ട്രീയ എതിരാളികൾ നിരന്തരം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭരണപരമായിട്ടുള്ള ഈ ധൂർത്തിനെതിരെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഒരു വിഭാഗം നേതാക്കളും അണികളുമൊക്കെ തന്നെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് വാസ്തവം. CPMൽ തന്നെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഭാവന സമ്പന്നരും അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരുമായിട്ടുള്ള നിരവധി നേതാക്കൾ പദവികളില്ലാതെ പുറത്തു നിൽക്കുമ്പോഴാണ് പാർട്ടിയിലേക്ക് പുതുതായിട്ടെത്തിയ ഒരു മുൻ കോൺഗ്രസ് നേതാവിന് ഇത്രയും വലിയ പദവിയും സൗകര്യങ്ങളും ഒക്കെ തന്നെ വെച്ചു നീട്ടിയത്. ഇത് ഇടതുപക്ഷ അണികളിൽ വലിയ രീതിയിലുള്ള മാനസിക ഭിന്നതയ്ക്കും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിക്കും കാരണമായി മാറി. കടുത്ത പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും രൂപപ്പെട്ട ഈ ഒരു അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കനത്ത പരാജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണെന്നാണ് നിലവിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ പൊതുവെയുള്ള വിലയിരുത്തൽ. ചുരുക്കത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ഇറങ്ങിപ്പോയ KV തോമസ് ഒടുവിൽ CPMനും വലിയ രാഷ്ട്രീയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നത്. KV തോമസിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് തണലില്ലാത്ത ഒരു കാലം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കാണാം. തേവര കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്ന അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതും എറണാകുളം DCC അധ്യക്ഷനാക്കി മാറ്റുന്നതുമൊക്കെ തന്നെ മുൻ മുഖ്യമന്ത്രി K കരുണാകരനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തെ MLA അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി, തുടർന്ന് എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റ് അംഗം, അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ സുപ്രധാന മന്ത്രി പദവി, ഒടുവിൽ KPCC സീനിയർ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന പരമാവധി സൗഭാഗ്യങ്ങളും പദവികളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഉന്നത പദവികളിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് ചേക്കേറിയത്. ഏകദേശം 4 പതിറ്റാണ്ടോളം കാലം ഒരൊറ്റ കസേരയിൽ നിന്ന് പോലും താഴെ ഇറങ്ങേണ്ടി വരാത്ത വിധം കോൺഗ്രസ് ആകട്ടെ ഇദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടും ഒടുവിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യമുള്ള ഒരു നിർണായക ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം വഞ്ചനയുടെ പാത സ്വീകരിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസിന് ശക്തമായ പ്രതിരോധം തീർക്കേണ്ട ഘട്ടത്തിലാണ് അദ്ദേഹം പാർട്ടിയെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണികളുടെയൊക്കെ തന്നെ വേദികളിലേക്ക് എത്തിയത്. രാഷ്ട്രീയ എതിരാളികൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ വലിയൊരു ആയുധമായി അന്ന് KV തോമസ് സ്വയം മാറിക്കൊടുത്തെങ്കിലും വോട്ടർമാർ ആ നീക്കത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്.
എങ്കിലും തനിക്ക് നൽകിയ ഉറപ്പുകളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ ഡൽഹിയിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിയമിച്ചെങ്കിലും ഇപ്പോൾ ഭരണമാറ്റത്തോടെ ആ ഒരു അധ്യായവും അടഞ്ഞിരിക്കുകയാണ്. ഇനി അധികാരമില്ലാത്തിടത്ത് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യവുമില്ല. വഞ്ചനയുടെ രാഷ്ട്രീയ റോളുകൾക്ക് പ്രസക്തിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആരോടും യാത്ര പോലും പറയാതെ കെ വി തോമസ് ഡൽഹിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിലെ കാലത്തിൻ്റെ ഒരു കാവ്യനിധിയായിട്ടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇവിടെ വിലയിരുത്തുന്നത്.